പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഒരു 5 സീസണിലെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ബ്രൂണോ ഫെർണാണ്ടസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായതുകൊണ്ട് പലപ്പോഴും അത് വേണ്ടത്ര രീതിയിൽ ആഘോഷിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം യുണൈറ്റഡിന്റെ ഒരു ലോ നോട്ടിലൂടെയുള്ള സഞ്ചാരം അതൊക്കെ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. പലപ്പോഴും ഷേക്കിയായുള്ള സിറ്റുവേഷനൊക്കെ ആയിരുന്നു യുണൈറ്റഡിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് പലപ്പോഴും വേണ്ടത്ര രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണ് അവസാന 5 സീസൺ ബ്രൂണോ ഫെർണാണ്ടസ് വരുന്നത് 2019-20 സീസണിലാണ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് സ്പോർട്ടിങ്ങിൽ നിന്ന് യുണൈറ്റഡിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യ സീസൺ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം കളിച്ച 5 ഫുൾ സീസണുകളിലെ ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ സീസണിലും ഈ സീസണിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഗോളുകളാണെങ്കിലും അസിസ്റ്റുകളാണെങ്കിലും ഡബിൾ ഡിജിറ്റ് ഫിഗറിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു വലിയ ഒരു നേട്ടം തന്നെയാണ് ഒരു താരത്തെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലബിന് വേണ്ടി കളിക്കുമ്പോഴും ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് സീസൺ, അതായത് ഫുള്ളായി കളിച്ച ഫസ്റ്റ് സീസൺ 2020-21 സീസണാണ്. അന്ന് പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തിയ ഒരു ഡ്രീം റണ്ണൊക്കെ നടത്തി അവസാനം കിരീടം നഷ്ടപ്പെട്ട ഒരു സീസണാണ്. അപ്പൊ ആ സീസണിൽ 28 ഗോളുകളും 18 അസിസ്റ്റുകളാണ് മൊത്തം ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിന് വേണ്ടി നേടിയത്. ഇപ്പൊ പ്രീമിയർ ലീഗിൽ മാത്രം 18 ഗോളുകൾ ബ്രൂണോയ്ക്ക് നേടാൻ സാധിച്ചു. പിന്നീടുള്ള ഓരോ സീസണിലും അദ്ദേഹത്തിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ, അതിപ്പം ഗോളാണെങ്കിലും അസിസ്റ്റ് ആണെങ്കിലും ഡബിൾ ഡിജിറ്റ് ഫിഗറിൽ എത്തി എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ സീസണിൽ ഇപ്പൊ റണ്ണിങ് സീസണിലെ ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 10 ഗോളുകൾ ഇതുവരെ അദ്ദേഹം മൊത്തം അടിച്ചിട്ടുണ്ട് എല്ലാ ടൂർണമെന്റുകളിലുമായി. അതുകൂടാതെ 12 അസിസ്റ്റുകളുമുണ്ട്. അപ്പൊ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ബ്രൂണോയുടെ കഴിവ് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ലോകോത്തര താരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോർച്ചുഗലിന് വേണ്ടി കളിക്കുമ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അദ്ദേഹത്തിന് ഗോളുകൾ കണ്ടെത്താൻ പറ്റുന്നു. പ്രത്യേകിച്ച് ബോക്സിന് പുറത്തു നിന്ന് ഒരുപാട് ഗോളുകൾ നേടാൻ കഴിയുന്നു. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ ഗോളുകൾ കൂടുതലായി കണ്ടെത്താൻ പറ്റുന്നു. ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത. എനിക്ക് തോന്നുന്നു ഇപ്പം ബ്രൂണോ വന്നതിന് ശേഷം, ബ്രൂണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തി പ്രീമിയർ ലീഗിൽ കളിക്കാൻ തുടങ്ങിയതിന് ശേഷം അധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്ത മറ്റൊരു പ്ലെയർ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു കൺസിസ്റ്റൻസി ശരിക്കും ഒരു വേറെ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മെയിൻ പ്രോബ്ലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നു, ഒരു സ്ട്രഗ്ലിംഗ് ആയുള്ള സിറ്റുവേഷനിലൂടെ യുണൈറ്റഡ് പോകുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ കളിക്കേണ്ടി വന്നുള്ളത് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു നിർഭാഗ്യമായിട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പം മറ്റ് താരങ്ങളെയൊക്കെ നോക്കുമ്പോൾ, ഇതേ രീതിയിൽ പ്രതിഭയുള്ള മറ്റ് താരങ്ങളെ നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഇൻഡിവിജ്വലി ആണെങ്കിലും അല്ലാതെയും ഉണ്ടാക്കാൻ ബ്രൂണോ ഫെർണാണ്ടസിന് സാധിച്ചിട്ടില്ല. ഒരു പ്രീമിയർ ലീഗ് ഒക്കെ അർഹിക്കുന്ന ഒരു പ്ലെയർ ആണ് ബ്രൂണോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ നമ്മൾ നോക്കുക KDBയുടെ ഒക്കെ ഒരു നേട്ടങ്ങൾ നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം അദ്ദേഹം നേടിയത്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ബ്രൂണോയ്ക്ക് കഴിവുണ്ടായിട്ടും വേണ്ടത്ര രീതിയിൽ അദ്ദേഹത്തിന് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു മറ്റൊരു ക്ലബിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇതിൽ കൂടുതൽ നേട്ടങ്ങളൊക്കെ നേടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് ബ്രൂണോ ഫെർണാണ്ടസ്. പിന്നെ അദ്ദേഹത്തിന്റെ ലോയൽറ്റി ഒക്കെ പ്രത്യേകം എടുത്തു പറയണം. ഒരു പ്രൈം ഏജിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്നത്. ഇപ്പം 30 വയസ്സായി. അപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ലോയലായിട്ട് തന്നെ യുണൈറ്റഡിന്റെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആംബാൻഡ് അണിഞ്ഞ് കളിക്കുന്നു. അപ്പോൾ ഈ ബ്രൂണോയുടെ ആറ്റിറ്റ്യൂഡ് വൈസൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരാറുണ്ട്. കാരണം ബ്രൂണോയുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, ഒരു ക്യാപ്റ്റന് പറ്റിയ ആറ്റിറ്റ്യൂഡ് അല്ല. പലപ്പോഴും അദ്ദേഹം ഓവർ ഒരു ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഇതൊക്കെ ഒരു വിമർശനം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ, അതായത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ബ്രൂണോ ഫെർണാണ്ടസിനെ സംബന്ധിച്ച്. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചില സമയങ്ങളിൽ പക്വതയൊന്നും വേണ്ടത്ര രീതിയിൽ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് പ്രീമിയർ ലീഗിലെ ഒരു അണ്ടർ റേറ്റഡ് ഹീറോ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ ഒരു വേഴ്സറ്റാലിറ്റി തന്നെയാണ് നമുക്കിതിൽ നിന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടും റൈറ്റ് വിങ്ങർ ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ബേസിക്കലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിലും സെൻട്രൽ മിഡ്ഫീൽഡറിന്റെ റോളിലും നന്നായിട്ട് കളിക്കും. പിന്നെ ഫ്രീ കിക്കുകൾ എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി, പെനാൽറ്റി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, പിന്നെ ആ ഒരു എനർജി, കളിക്കളത്തിൽ പ്രകടമാക്കുന്ന എനർജി, അപ്പം ഇതൊക്കെ ബ്രൂണോ ഫെർണാണ്ടസിനെ ഒരു വ്യത്യസ്തനാക്കുന്നതാണ്. അപ്പം എന്തായാലും ബ്രൂണോ ഫെർണാണ്ടസ് ഒരു കുറച്ചും കൂടിയൊക്കെ ഒരു റെക്കഗ്നൈസേഷൻ ലഭിക്കാൻ അർഹനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയത് ബ്രൂണോയെ സംബന്ധിച്ച് തൻ്റെ കരിയറിലെ ഒരു പ്രതീക്ഷിക്കുന്ന നേട്ടത്തിലേക്ക് എത്താതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.